വരൂ കേരളം വിളിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. തികച്ചും അന്വർത്ഥം, പ്രത്യേകിച്ച് ഒരു സെൻറ്റിമീറ്ററിൻ്റെയും മീറ്ററിൻ്റെയും കണക്ക് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കേരളം 138 രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ കേരളം എന്തിനു വേണ്ടി നിങ്ങളെയും എന്നെയും വിളിക്കുന്നു, അങ്ങനെ വിളിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, അതിന് എത്രയോ നൂറ്റാണ്ടുകളായി സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മറ്റ് അനവധി വിലപ്പെട്ട വസ്തുക്കൾക്ക് വേണ്ടിയുമെല്ലാം കേരളം പാശ്ചാത്യ ലോകത്തുള്ളവരെ മാടി വിളിച്ചിരുന്നു. അത് 1498 വാസ്കോ ഡി ഗാമയുടെ ഇവിടേക്കുള്ള രംഗപ്രവേശത്തിൽ വരെ എത്തുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് എത്രയോ യാത്രക്കാർ ഇവിടെ വന്നു പോകുകയുണ്ടായി. കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കമുള്ള ജൂത സിനഗോഗ് ഇന്നും മട്ടാഞ്ചേരിയിൽ നിലകൊള്ളുന്നു. അങ്ങനെയെല്ലാമുള്ള ഒരു നാട്ടിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കേരളം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയകാലത്തിൻ്റെ കേരളത്തിൻ്റെ വിളിക്കപ്പുറം മറ്റൊത്തിരി പുതിയ ചേരുവകൾ വന്നു ചേർന്നിരിക്കുന്നു. ആ ചേരുവകൾ എന്ന് പറയുന്നത് നാടിനെ സംബന്ധിച്ചുള്ള സംസ്കാരമാകാം, സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയാകാം, അതിനുപരിയായി എല്ലാത്തിനുപരിയായി സാഹോദര്യവും സ്നേഹവുമാകാം. ഇതിലെല്ലാം അപ്പുറത്ത് ചില രുചിപ്രിയക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭക്ഷണമാകാം, കളിയാകാം, കലാമത്സരങ്ങളാകാം, എല്ലാമാകാം. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കാര്യം വന്നു. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ്റെ ചെയർമാനും പ്രമുഖ വ്യവസായിയുമായിട്ടുള്ള ശ്രീ സി ബാലഗോപാലുണ്ട്, അതുപോലെ പ്രമുഖ വ്യവസായിയായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള വി നൗഷാദുണ്ട്. എങ്കിലും വ്യവസായത്തിനും അല്പം അപ്പുറം പോയി എന്താണ് കേരളം നമ്മെ മാടി വിളിക്കുന്ന ക്യാപ്റ്റിവേറ്റിംഗ് ഫാക്ടർ, ആ കാന്തം എന്താണ് സാർ ആ കേരളം മാടി വിളിക്കുന്ന ഒരു കാന്തം, ആ കാന്തത്തിൻ്റെ ഒരു ശക്തി എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി അധ്യക്ഷരിച്ചു കൊള്ളുന്നു. എന്താണ് കേരളത്തിൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത്? ബഹുമാനരെ, ഞാനൊരു ദീർഘമായി ഇടപെടുന്നില്ല. ഇവർ സംരംഭകരാണ് കൃത്യമായിട്ട് പറയേണ്ടത്. ഞാൻ കഴിഞ്ഞ സെഷനിലൂടെ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച ദിവസം കൂടിയാണ്. ന്യൂ നോർമൽ കേരള, ഇതാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്. കേരളം മാറിയിരിക്കുന്നു. അതിലേറ്റവും സവിശേഷമായൊരു കാര്യം, മാധ്യമങ്ങളിലും ഇത്തരം സാംസ്കാരിക ഉത്സവങ്ങളിലും വ്യവസായം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്നത് തന്നെ ഈ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇപ്പോൾ എക്കണോമിസ്റ്റ് വാരിക അതിൻ്റെ എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ ലോകത്തെ ആകെയുള്ള വ്യവസായ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ കമ്പാരിസൺ നടത്തുമ്പോൾ ആദ്യമായിട്ടാണ് കേരളം വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ആ പരിഗണനാ വിഷയമായി തന്നെ വരുന്നത്. അതിൽ നമുക്ക് 9ാമത്തെ റാങ്ക് നൽകി എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ മാറ്റം വേണ്ടത്ര കേരളത്തിൽ പ്രതിഫലിക്കുന്നില്ല മാധ്യമങ്ങളിൽ എന്നതാണ് നാം നേരിടുന്ന വിസിബിലിറ്റി കുറേ കൂടി വരണം. ഇവിടെ ശ്രീ മുഹമ്മദ് ഖനീഷ്, അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, നല്ല മോഡറേറ്ററാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ മാത്രം ഞങ്ങൾ ദാവോസിൽ നിന്ന് വന്നിട്ട് നേരെ ഞങ്ങൾ രാവിലെ 4 മണിക്ക് വന്നിറങ്ങി. 10 മണിക്ക് ഞങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട 42 മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയലിസ്റ്റുകളുമായിട്ടുള്ള മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടിയായിരുന്നു 10 മണിക്ക് കൊച്ചിയിൽ. ദാവോസ് നേരെ 4 മണിക്ക് വന്ന് 10 മണിക്ക് ഞങ്ങൾ മീറ്റിംഗ്. ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച എനിക്ക് വലിയൊരു പരിപാടി വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ശ്രീ മുഹമ്മദ് അനീഷ് കാറെടുത്തിട്ട് കോഴിക്കോട്ടേക്ക് പോവാം. അപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സവിശേഷ വ്യക്തിത്വമാണ്. അദ്ദേഹം ചോദിച്ചത് കേരളത്തേക്ക് ആകർഷിക്കുന്ന കാന്തം എന്താണെന്നുള്ളതാണ്. കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് നമ്മുടെ ഈ പ്രകൃതി രമണീയത, മാനവ വിഭവശേഷി, അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശവും ലോകത്തെമ്പാടും അതാത് രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാനവ വിഭവശേഷി, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അത് വച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മുടെ വ്യവസായ മേഖല, സാധാരണ ശ്രീ ബാലഗോപാൽ സിവിൽ സർവീസ് കിട്ടിയാൽ പിന്നെ ഏറ്റവും സുരക്ഷിതമാണെന്നാണല്ലോ കരുതുക.
വെറുതെ 2-3 തരത്തിലത് ഉപയോഗിക്കാം. വെറുതെ ഇരുന്നാലും കയറിപ്പോകും, ജോലി ചെയ്ത് കുറേ കൂടി ടെൻഷൻ അടിക്കും. 2 തരത്തിലായാലും. എന്നാൽ ആ ടെൻഷനുകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ അത് ഉപേക്ഷിച്ചിട്ട് ഏറ്റവും സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ടെക്നോളജി, ആ ടെക്നോളജിയുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്തി ആ കമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലൂടെ കേരളത്തിലൊരു സ്ഥാപനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാക്കി മാറ്റിയ നേതൃമികവാണ് ശ്രീ ബാലഗോപാലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് വ്യവസായ മന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം സംരംഭകരുടെ ഒരു സംഗമം ആദ്യത്തെ മീറ്റിംഗ് നടത്തിയപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ബാഗ് കമ്പനി സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ്? കേരളമാണെന്ന് പറയാൻ ഒരു കൈ പോലും സംരംഭകരുടെ ഇടയിൽ നിന്ന് പോലും അന്ന് ഉയർന്നിരുന്നില്ല. മലയാളത്തിൽ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ആളുകൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ജപ്പാൻകാർ വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്, എന്താണ് അവിടെ പരിപാടി എന്ന് ഞങ്ങൾ നോക്കിയിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ്. ഇവിടെ ശ്രീ VKC അദ്ദേഹവുമായിട്ട് എനിക്ക് കോളേജുകാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റാണ്, അന്ന് മുതലുള്ള പരിചയമുണ്ട്. എന്തായാലും വിജയിച്ച സംരംഭകരെ കേൾക്കുക എന്നുള്ളതാണ്. ഞങ്ങളിതാ മാറ്റി എന്ന് പറയുന്നതിനേക്കാളും കുറേ കൂടി സന്തോഷകരം. അതുകൊണ്ട് നമുക്ക് അവർക്കായി ഞാൻ മൈക്ക് കൈമാറും. സി ബാലഗോപാൽ, അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ ഇപ്പോഴൊന്നുമല്ല, ഒരു 40-43 വർഷക്കാലം മുൻപ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ഇന്നുണ്ടായിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എത്തുന്നതിനൊക്കെ മുൻപായിട്ട് പഴയ കേരളത്തിൻ്റെ ഗുണവും ദോഷവുമുള്ളൊരു കാലത്ത് ഇത്രത്തോളം ഒരു ശക്തിമത്തായ രീതിയിൽ ഒരു മനസ്സിൽ നിന്നൊരു ഒരു വിങ്ങൽ അല്ലെങ്കിൽ മനസ്സിൽ നിന്നുണ്ടായൊരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സാഹസത്തിന് അങ്ങ് കേരളത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ഏതോ ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം, നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓൾ ആക്ഷൻസ് ആർ റാഷണൽ ഇൻ റിട്രോസ്പെക്റ്റ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാത്തിനും വി ക്യാൻ ഈസിലി ഫൈൻഡ് റീസൺസ് ഫോർ ദാറ്റ്. പക്ഷേ അന്ന് ഞാനെടുത്ത തീരുമാനത്തിൻ്റെ അതായത് ആ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടുള്ള കമേഴ്ഷ്യൽ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ ഇവിടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എത്രയും അടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യണമെന്നെടുത്ത ആ തീരുമാനം വളരെ റാഷണലായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ അതിൽ കേരളം എൻ്റെ ഇറ്റ്സ് മൈ സ്റ്റേറ്റ്, ഞാൻ അതിനോട് ഇങ്ങനെ വളരെ എങ്കിലും അന്ന് ആ തീരുമാനം എടുക്കുന്നതിനൊരു ചേതോ വികാരം ഉണ്ടായിരിക്കുമല്ലോ. അല്ല, അപ്പോൾ ഞാൻ പറയാൻ കാരണം അതൊരു വളരെ റാഷണൽ ഡിസിഷനായിരുന്നു. അപ്പം ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. അതായത് ഇവിടെ ഞാനെടുത്ത തീരുമാനം ഒരു റാഷണൽ ഡിസിഷനായിരുന്നു. അന്നത്തെ ആ സാങ്കേതിക വിദ്യ വിജയിപ്പിക്കാൻ ആയിട്ടുള്ള പല കാരണങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ, എളിയ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട കാരണം അത് കേരളത്തിൽ കൊണ്ടുവന്നതും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചതും കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ കമ്പനിയിലുള്ള സാങ്കേതിക അതിലുള്ള ശാസ്ത്രജ്ഞരും ടെക്നോളജിസ്റ്റും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ്റെ ഫലമായിട്ടാണ് ഇത് വിജയിച്ചത്. അപ്പം അതിൽ നിന്ന് ഹനീഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇന്ന് കേരളത്തിൽ വ്യവസായങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആ തീരുമാനം എടുക്കുമ്പം ഇറ്റ് ഈസ് അഗൈൻ എ വെരി റാഷണൽ ബിസിനസ് ഡിസിഷൻ. അതായത് പ്രത്യേകിച്ചും ചില ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പല വ്യവസായികളും പല സംരംഭകരും പല സ്റ്റാർട്ടപ്സും കേരളത്തിലേക്ക് വരുന്നത്. അവർ മലയാളീസ് ആയാലും മലയാളീസ് അല്ലെങ്കിലും അവരിവിടെ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നത് ഇറ്റ് ഈസ് എ റാഷണൽ ഡിസിഷൻ. അതിൽ വേറെ ഇമോഷനൊന്നും എൻ്റെ ആവശ്യമില്ല. ഇനിയും എൻ്റെ നാടാണ്, എൻ്റെ ഇതിലേക്ക്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി അതിനൊരു പങ്കുണ്ട്. പക്ഷേ
ഇന്നത് ഇങ്ങനെ ചില നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിയാൽ ഈ എല്ലാ ഒരു റാഷണൽ വിധത്തിൽ താരതമ്യപ്പെടുത്തിയാൽ തന്നെ ആ ചെക്ക് ലിസ്റ്റിൽ കേരളം കേരളത്തിനൊരു ഉയർന്ന സ്ഥാനം പിടിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പം ഇതുവരെ ഇപ്പം കഴിഞ്ഞ 5-10 വർഷത്തിൽ കേരളത്തിൽ വിജയകരമായിട്ട് തുടങ്ങി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക ഹൈ വാല്യൂ ആഡഡ് മോഡേൺ ഇൻഡസ്ട്രീസും സർവീസസിൻ്റെയും ഒരു എന്താ പ്രൂഫാണ് ദാറ്റ് കേരളം ഇപ്പോൾ ഒരു നല്ലൊരു ലൊക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ് ഫോർ ബിസിനസ്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ കൃഷ്ണ ഇള ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം ഇപ്പോൾ പുതിയ യൂണിറ്റ് പെരുമ്പാവൂർ കല്ലിടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കോവാക്സിൻ നിർമ്മിതാക്കളാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് 7 ദിവസം കൊണ്ട് എല്ലാം ലാൻഡ് അലോട്ട്മെൻ്റ് എല്ലാം കിട്ടി. പക്ഷെ ഞാനിവിടെ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹൈദരാബാദിലും അതുപോലെ ദുബായിലെത്തിയപ്പോൾ കുറച്ച് മലയാളികൾ വന്നിട്ട് ചോദിച്ചു, വെറുതെ എന്തിനാ ഈ അപകടത്തിൽ പോയി ചാടണമെന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും അന്ന് ഉപദേശിക്കാനുണ്ടായിരുന്നോ? അങ്ങനെ ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചതാണ്. അപ്പോൾ അന്ന് പലരും പറഞ്ഞത് ഈ പല പരിമിതികളും ഉണ്ടായിരുന്ന എൻ്റെ വ്യവസായ സംരംഭത്തിന്. ആദ്യമായിട്ടുള്ള ഞാൻ തന്നെ ഒരു ബിസിനസ്സുമായിട്ട് യാതൊരു പരിചയം ഇല്ലാത്ത 6 വർഷം IAS ഒരു യങ് ഓഫീസറായിട്ടിരുന്ന 30-30ാമത്തെ വയസ്സിൽ ഇങ്ങനെ രാജിവെക്കണമെന്ന് ബുദ്ധിമോശം തോന്നിയ ഒരു സംരംഭകൻ, ആൻഡ് നോട്ട് ഫ്രം എ ബിസിനസ് ഫാമിലി. പിന്നെ അൺട്രൈഡ് ആയിട്ടുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ, ഒരു ആർക്കും വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു പുതിയ മേഖലയായിരുന്നു, കംപ്ലീറ്റ്ലി ന്യൂ. അപ്പോൾ ഇത്രയും പരിമിതികൾ വെച്ചിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾ കൊണ്ടുവന്ന് ഈ സ്ഥാപനം കേരളത്തിലേക്ക് കൊണ്ടുവന്നോ, അതോടുകൂടി ഇത് പോക്കാണെന്ന് അന്ന് പലരും പക്ഷേ ഞാനത് അത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എടുത്തില്ല. ബിക്കോസ് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അന്ന് നേരിട്ടതുകൊണ്ട് വി വർ ഓൾ ബിസി ലുക്കിംഗ് ആഫ്റ്റർ ഓൾ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് പെർസെപ്ഷൻ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവരരുത്, ബിക്കോസ് അത് അപകടമാണ്. സതുദ്ദേശം നല്ല വെൽവിഷേഴ്സാണ് ഇത് പറയുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. ഒരു സംശയം, അപ്പോൾ ഈ കേരളത്തിലേക്ക് ഒരു തീരുമാനമെടുത്ത് വരുന്നത്, ഒരു വ്യവസായം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തുടങ്ങുന്നത് ഒരു റാഷണൽ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ശ്രീ C. ബാലഗോപാൽ പറഞ്ഞു. അപ്പോൾ നൗഷാദിനോട് നേരെ പോകുന്നൊരു ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു റാഷണൽ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിലെ കാര്യം നോക്കിയതെങ്കിൽ അങ്ങ് കേരളത്തിന് പുറത്താണ് ഇപ്പോഴത്തെ എല്ലാ ഫാക്ടറികളും, അങ്ങയുടെ ഫാക്ടറികളെന്ന് എനിക്കറിയാം. അത് ഒരു റാഷണൽ ഡിസിഷൻ ആയിരുന്നോ? അത് പൂർണ്ണമായും ശരിയല്ല. കാരണം കേരളത്തിൽ വാക്രൂവിന് 3 മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. പുതുതായിട്ട് ഒരെണ്ണം ഈ വർഷമാണ് തുടങ്ങിയത്. നേരത്തെ ഉള്ളൊരെണ്ണം എക്സ്പാൻഷൻ ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏകദേശം 1 ലക്ഷത്തോളം ജോഡി ചെരുപ്പ് കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വാക്രൂവിൻ്റെ. പിന്നെ നമ്മൾ കേരളത്തിന് പുറത്ത് നമ്മൾ ബിസിനസ് തുടങ്ങിയത് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ്, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ലേബർ ഇൻറ്റൻസീവാണ്. നമ്മളൊരു യൂണിറ്റിൽ 1000 ആളുകൾ യൂണിറ്റിലും ഏകദേശം ഒരു 1000 ആളുകൾ സ്റ്റിച്ചിങ് വർക്കായിട്ട് പുറത്തുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സ്കാറ്റേർഡ് ആയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. നമുക്ക് 15ഓളം മാനുഫാക്ചറിങ് യൂണിറ്റ് 7 സംസ്ഥാനങ്ങളായിട്ടുണ്ട്. അത് മാർക്കറ്റും കൂടെ കണ്ടിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയത്. കേരളത്തിലെ പോപ്പുലേഷൻ 3.5 കോടിയാണ്. അപ്പോൾ നമുക്കിവിടെ റീച്ച് ചെയ്യാവുന്ന കാലുകളുടെ എണ്ണം പരിമിതമാണ്. അപ്പം അതൊരു റേഷണൽ ഡിസിഷൻ തന്നെയാണ്. നമുക്ക് സപ്ലൈ ചെയിൻ കൺവീനിയൻസിനാണ് അത്. സപ്ലൈ ചെയിൻ കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ കാലുറപ്പിച്ചുകൊണ്ട്, ഒരു കാലുറപ്പിച്ചുകൊണ്ട് മറ്റേ കാൽ വിദേശത്തേക്ക് എടുത്തു വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് ഡിമാൻഡുള്ള സ്ഥലത്ത്, നമുക്കിപ്പം ബംഗ്ലാദേശിൽ വാക്രൂവിന് കമ്പനിയുണ്ട്, താൻസാനിയയിൽ നമ്മളിപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോ വാല്യൂ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിൻ കോസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ വിൽക്കുക എന്നുള്ളതും കൂടെ ഇതിലാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ശരി, നമുക്കൊരു ചെറിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താം. നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വ്യവസായമാകട്ടെ, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള, ഒരു ഉൽപ്പാദനക്ഷമതയുള്ള ഒരു പ്രവർത്തനമാവട്ടെ, ആ പ്രവർത്തനം നടത്തുന്നതിന് നമ്മുടെ നാട്ടിൽ ഇന്ന് അനുഗുണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറയുമല്ലോ,
അങ്ങനെയുള്ള വളക്കൂറുള്ള മണ്ണ് ആയി മാറുവാൻ എന്തെല്ലാം പുതിയ ഫാക്ടേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത്തവണ കഴിഞ്ഞ തവണ ദാവോസിൽ പോയി. അപ്പോൾ തന്നെ പത്രസമ്മേളനത്തിൽ പോകുന്നതിന് മുമ്പ് അന്നത്തെ ചീഫ് സെക്രട്ടറി ഇവിടെയുണ്ട്, ഞങ്ങളുടെ ഡെലിഗേഷന് പ്രധാന പങ്കുവഹിച്ച ആളാണ്. പക്ഷെ ഞങ്ങളിവിടുന്ന് പോണതിന് മുമ്പ് പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ തന്നെ എത്ര MOU ഒപ്പുവെച്ചു, എത്ര EOU വെച്ചു, എത്ര LOU വെച്ചു എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ മാളിലേക്കല്ല പോണത്. മാളിൽ പോയിട്ടൊരു 10 MOU തരൂ, ഒരു 5 EOU തരൂ, ഒരു 12 LOU തരൂ എന്ന് പറയാവുന്ന ഇതിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. കേരളം ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ നിലയിൽ പോകുന്നത്. അപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ സ്ട്രെങ്ത്ത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാ ഡിസ്കഷനും അങ്ങനെ തന്നെ, ഒറ്റ EOയിൽ ഞങ്ങൾ ഒപ്പുവെച്ചില്ല. അതിനുശേഷം അവിടെ നിന്ന് ക്ഷണിച്ച ആളുകൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് വന്നു. നല്ല രീതിയിൽ നമ്മൾ EOU ഒപ്പുവെച്ചു. ഇത്തവണ പ്രത്യേകത, സാധാരണ ഈ ദാവോസിൽ ഇന്ത്യ പവലിയനുണ്ട്. ആ പവലിയനിലാണ് എല്ലാ സ്റ്റേറ്റിനും നമ്മൾ 10 കോടി ചിലർ ചോദിക്കും, ഇവർ ഈ 10 കോടിയായിട്ട് അവിടെ ഈ തകർക്കാൻ പോയതാണോ നോക്കി. 10 കോടി കൊണ്ടുപോകുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. നേരെ അങ്ങോട്ട് മാറ്റും. കഴിഞ്ഞ തവണ ഇവരെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് 7.5 കോടിയിൽ നിർത്തി. ബാക്കി ഫിക്കുകയാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അനുഭവം വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഈ ചർച്ച ചെയ്ത് എല്ലാം സ്റ്റേറ്റ് അപ്പുറത്തിരിക്കുകയാണല്ലോ. നമ്മൾ ഇൻവെസ്റ്ററെ കൊണ്ടുവന്ന് സംസാരിച്ച് ഞങ്ങളൊരു ലീസ് 10% തന്നാൽ മതി, ബാക്കി നമുക്ക് മൊറട്ടോറിയം തരാമെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോകുമ്പോഴേക്കും അടുത്ത സ്റ്റേറ്റുകാർ അങ്ങോട്ട് വിളിക്കും, അപ്പുറത്ത് മുറിയിലും കയറിക്കൊള്ളാൻ പറയും. അപ്പോൾ അവർ പറയും ഞങ്ങൾ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ലാൻഡ് തരാമെന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ച ആൾ നമുക്ക് പരമാവധി 10% എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കേരളത്തിൽ വലിയ വിവാദമായിരിക്കുമല്ലോ. അപ്പോഴാണ് 1 രൂപയ്ക്ക് മൊത്തം ലാൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി ഇവിടെ 10 കോടി കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമായി നിന്നത് കൂടാതെ പുറത്ത് ഞങ്ങളൊരു കേരള പവലിയൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഞങ്ങൾ അങ്ങോട്ടും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സ്റ്റേറ്റിലേക്ക്, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഇത്തവണ $14 ബില്യൺ $, 1,18,000 കോടി രൂപയുടെ EOUs ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പ്രധാനമാണ്. അത് കേരളത്തിൽ ഇപ്പോൾ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചിലർ എൻ്റെ ലിങ്ക്ഡിൻ ഇതിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ദാവോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു, ഞങ്ങളൊന്ന് GCCയുടെ എക്സ്പെർട്സാണ്, ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ ESG പോളിസി നിങ്ങൾ പാസ്സാക്കിയതായിട്ട് അറിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ESG പ്രധാനമാണ്, എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സംരംഭക സമൂഹം പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. നിങ്ങളത് ഫിക്കി ആകട്ടെ, CA ആകട്ടെ, ചെറിയ സംരംഭകർ. നമ്മുടെ ചെറിയ പ്രശ്നം, ഇപ്പോൾ ഒരു ദിവസം ഒരു പത്രത്തിൽ ലീഡ് വാർത്തയാണ്, ഒരു ബസ്സിന് സമയം കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് കിക്കറാൻ കൊടുത്തു. ലീഡാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രത്തിൻ്റെ അന്നത്തെ ലീഡാണ്. ഒരു ബസ്സിന് സമയം കൊടുക്കുമ്പോൾ അതൊരു ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ്, അതിൽ ബസ് ഓണേഴ്സ് ഉണ്ടാവും. ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആയ ആളുകൾക്കറിയാം, അവർ ഈ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ തന്നെ വക്കീലന്മാരായിട്ട് പോവുക. ഇവർ തന്നെയാണ് ഈ സമയം കൊടുക്കാൻ എതിർക്കുക. ഈ കളക്ടർമാരുടെ ഏറ്റവും ദുഷ്കരമായ കമ്മിറ്റികളൊന്നും അതായിരിക്കും, ഈ ബഹളമായിരിക്കും തുടക്കം മുതൽ. അല്ലാതെ ഗവൺമെൻറ് അതിനകത്ത് സമയം കൊടുക്കലോ ലൈസൻസ് കിട്ടാൻ താമസമൊന്നുമല്ല. അതൊരു വാർത്തയായിട്ട് കൊടുക്കാം. ST വിവാദത്തിൽപ്പെട്ട ആളാണ്, ഇവർക്ക് കിട്ടിയിട്ടില്ല, ഒരു വാർത്ത കൊടുക്കാം. അതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ത് പഠിച്ചു? പക്ഷേ കിക്കർ എന്താണ്? ഇനി ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഓടും. നമ്മൾ ഈ ദാവോസിൽ പോയി, മഞ്ഞിനകത്ത് -10 പോയി, ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോയി. ചിലർ ചോദിക്കുന്നുണ്ട്, മന്ത്രി പിന്നെയും കൊള്ളാം, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തുകൊണ്ടാണ് കോട്ടിടാതെ ആ ഡിസ്കഷനിൽ ഇരുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് പോയി കയറുമ്പോൾ ഈ വിഷ്ണു KSITC MD ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് മുറി കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞല്ല, പോളണ്ടിൽ നിന്ന് ആൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോലും പോയില്ല, നേരെ അവിടെ പോയിട്ട് മീറ്റിങ്ങിന് 2 മീറ്റിംഗ് എടുത്തു ആ വന്ന വഴിക്ക് തന്നെ. അങ്ങനെ പോയി തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ ഈ ജപ്പാൻകാരും ഇവരെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ട് പോന്നു. അത്രയും വിസിബിലിറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ കുറേ കാലത്തേക്ക് ഇനി ലീഡായിരിക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതാണ് കേരളത്തിലെ വലിയൊരു പ്രശ്നം എന്നുള്ളത്. ഇപ്പം നമുക്കൊരു 50 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു ലൈസൻസും വേണ്ട. നിയമം ഞങ്ങളിടയ്ക്ക് ഭേദഗതി, പ്രിൻസിപ്പൽ അപ്രൂവൽ, റെഡ് കാറ്റഗറി പറ്റില്ല, ആർക്കും ആരംഭിക്കാം. 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിയമസഭ തന്നെ നിയമം പാസ്സാക്കി ചീഫ് മിനിസ്റ്റർ അധ്യക്ഷനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. വ്യവസായ മന്ത്രി ചെയർമാനാണ്, മറ്റ് മന്ത്രിമാർ വൈസ് ചെയർമാനാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് സംവിധാനം ചീഫ് സെക്രട്ടറിയാണ് നയിക്കുന്നത്. ACS ഇൻഡസ്ട്രീസ്
അതിൻ്റെ കൺവീനറാണ്. 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണമെന്നാണ്. എല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റോടും കൂടിയാൽ ഒരു ഇൻസ്പെക്ഷനും ഒരാൾക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ഇൻസ്പെക്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയും നിങ്ങളിവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന കമ്പനി നാട് വിട്ട് പോയില്ലേ എന്ന് നോക്കി എപ്പോഴും വരുന്ന ചോദ്യമാണ്. എന്നാൽ ഏറ്റവും നന്നായി ആ കമ്പനിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളം തന്നെയാണ് ഇപ്പോഴും. മറ്റോട് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും പോയ സ്ഥലത്ത്. ഇവിടെയാണ് പൂർണ്ണമായിട്ട്. പക്ഷേ പ്രിസംഷൻ എന്താ? അവർ പോയില്ലേ? അവർ പോയിട്ടില്ല, അവരിവിടെ തന്നെയുണ്ട്. അവർ പോയിടത്ത് തുടങ്ങിയിട്ടില്ല, പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. ഈ പ്രിസംഷൻസ് മീഡിയയുടെ ആ ഭാഗം കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇൻസ്പെക്ഷൻസ് എല്ലാം സെൻട്രൈസ് ഇൻസ്പെക്ഷൻസ് ആണ്. ഈ EOE ഒപ്പുവെച്ചാൽ ഞങ്ങളൊരു ഹാൻഡിലിങ്ങിനായിട്ട് ലൈസൻ ഒരു ഓഫീസറെ കൊടുക്കും. IKGSൻ്റെ ഗുണം എന്നുള്ളത് അവിടെ ഒപ്പുവെച്ച EOEയുടെ 25% ഇപ്പോൾ നമ്മൾ കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. ഏകദേശം 40,000 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ സംരംഭകരായ ആളുകൾക്കും സംരംഭകത്വം തുടങ്ങുന്നവർക്കും വളരെ ഹാപ്പിയാണ്. ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന പ്രത്യേക ഫാക്കൽറ്റികളുണ്ടല്ലോ, അവർ മാത്രമാണ് ഇങ്ങനെയൊരു പ്രതീതി തുടർച്ചയായിട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയുടെ പ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു വിദേശത്ത് നിന്ന് ഒരു മലയാളിയാകട്ടെ പരദേശിയാകട്ടെ ആരെങ്കിലും ഒരാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നെങ്കിൽ ഒരു പഴയകാല സംരംഭകൻ എന്ന നിലയിൽ അങ്ങ് ഏത് മേഖല ആയിരിക്കും ഒരു പൊതുവായിട്ട് നല്ലത് ഇവിടെ നിക്ഷേപിക്കാനെന്നൊരു ചോദ്യം അങ്ങയോട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചോദിച്ചാൽ എന്തു പറയും? ഇന്ന് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് സെക്ടേഴ്സ് ആണെങ്കിലും ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഈ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി ഈ കൊരട്ടി ഇൻഡസ്ട്രിയൽ പാർക്ക് പാസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ലിങ്ക്ഡിനിൽ ഞാനിങ്ങനെ കണ്ടു, മോളിക്യൂൾസ് ബയോ ലാബ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഫാക്ടറിയുടെ എക്സ്പാൻഷനെ പറ്റി. അപ്പം എനിക്ക് പരിചയമില്ല അവരെ. ഞാൻ വിളിച്ചു, എനിക്ക് അവരെന്തോ അവിടെ ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പം സംരംഭകൻ പറഞ്ഞു, ഓ വരൂ, പ്ലീസ് കം, യു ആർ വെൽക്കം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഞാൻ കണ്ടത് എന്നെ ഭയങ്കര അത്ഭുതം തന്നെ തോന്നി. അതിൽ ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ലാബ് പോലെയാണ് അതിൻ്റെ പ്രതീതി കണ്ടപ്പോൾ. അതിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ലൈപ്പോസോമൽ കൺട്രോൾഡ് ഡ്രഗ് റിലീസ് സിസ്റ്റംസ്. അതായത് ലോകത്ത് ഏത് വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൺട്രോൾഡ് റിലീസ് ഡ്രഗ്സ് അതായത് ഒരു ഇറ്റ് ഈസ് റിലീസ്ഡ് അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ ഡോസ്, അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ലൈപ്പോസോമൽ ടെക്നോളജിയിൽ വൺ ഓഫ് ദി ഗ്ലോബൽ ലീഡേഴ്സാണ് ഈ കമ്പനി കൊരട്ടിയിൽ. ഡോക്ടർ ശ്രീരാജ് ഗോപിയും അദ്ദേഹത്തിൻ്റെ അനുജൻ ഡോക്ടർ ശ്രീരാഗ് ഗോപി, ഇവർ രണ്ടുപേർക്കും ഒരു 3-4 PhDs ഉണ്ട് കെമിസ്ട്രിയിലും ലൈഫ് സയൻസസിലുമൊക്കെ. രണ്ടുപേരുടെ വൈഫ്സിനും PhDs ഉണ്ട്. അപ്പോൾ ഇതാണ് പുതിയ തലമുറ. ഈ സംരംഭകൻ എന്ന് പറയുന്നത് ദി ഹോൾ ഇമേജ് തന്നെ മാറിയിരിക്കുക. അപ്പോൾ അവരുടെ പ്രസ്ഥാനത്തിൽ ഈ ചെറിയ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് 75 പേര് അവിടെ തൊഴിലെടുക്കുന്നുണ്ട്. 75 പേര്. അതിലവർ പറഞ്ഞ് 40 പേർക്ക് ഒന്നിൽ PhD അല്ലെങ്കിൽ MSc MTech. 40 പേര്. ഈ 70-ൽ 40 പേർക്ക് PhD അല്ലെങ്കിൽ MSc ഉള്ളവരാണ്. ആൻഡ് അവർ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചു, അപ്പം KSIDCയുടെ സൈഡിൽ നിന്ന് എന്ത് സഹായം വേണം, എന്ത് ഒരു അഷ്യൂറൻസ് വേണം. അപ്പോൾ ഇദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, അതിനുള്ള മറുപടി റെഡിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് എല്ലാ 6 മാസം അല്ലെങ്കിൽ എല്ലാ വർഷം എനിക്കൊരു 50,000 സ്ക്വയർ ഫുട്ട് ഓഫ് ബിൽട്ടപ്സ് ഒരു ഷെല്ല് വേണം ഫോർ എക്സ്പാൻഷന് വേണ്ടി. എവറി ഇയർ he wants 50,000 സ്ക്വയർ ഫീറ്റ് ഓഫ് ബിൽട്ടപ്പ്. അതൊന്ന് എഷ്യൂർ ചെയ്ത് വെച്ചാൽ മതി ഞങ്ങളുടെ വളർച്ചയെ. അപ്പോൾ അതായത് മാർക്കറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, ടെക്നോളജി ഇസ് നോട്ട് എ പ്രോബ്ലം, ആൻഡ് ഹ്യൂജ് വാല്യൂ എഡിഷൻ. അങ്ങേരുടെ എബിഡ ഈ ഗ്രോസ് മാർജിൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ
ഗ്രോസ് മാർജിൻസ് ആണ് ആ ഫീൽഡിൽ. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വെളിയിൽ നിന്നുള്ള ഒരു ഒരു സംരംഭകന് ഈ മോളിക്കൂളിൻ്റെ അവരുടെ പ്രത്യേകത, ഈ കൊരട്ടി നമ്മുടെ കിൻഫ്ര പാർക്ക് ഉണ്ടെങ്കിലും ഇവർ കൊരട്ടിക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഗ്രാമത്തിൽ തന്നെ വേണം എന്ന ചിന്തയിൽ നിന്നാണ് അവിടെ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് പുറത്തു തുടങ്ങി പിന്നെ നമ്മുടെ പാർക്കിലേക്ക് കയറിയത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ, അപ്പോൾ അത് തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി, എന്തായിരുന്നു കൊരട്ടിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ കാരണം? ഞാൻ വിചാരിച്ചു അവിടുത്തെ വെള്ളമോ അവിടുത്തെ എന്തെങ്കിലും സാങ്കേതിക വിദ്യ എൻ്റെ കൂട്ടി ഞാൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊരട്ടിക്കടുത്ത് ചെറിയൊരു ഗ്രാമം അന്നമനാട് അങ്ങനെ എന്തോ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങളുടെ അഭിലാഷം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ഈ ലൈപ്പോസോമൽ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കൊരട്ടി മാറണം എന്നാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ശ്രീ നൗഷാദിൻ്റെ കമ്പനിയിലും ഫാക്ടറീസിലും ഒക്കെ അനുവർത്തിച്ചിരിക്കുന്ന ചില ശീലങ്ങൾ സാധാരണ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഫ്രെയിംവർക്കിലുള്ള ശീലങ്ങളല്ല എന്ന് വ്യക്തിപരമായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ അവതരിപ്പിച്ചതാണോ? ആ ശീലങ്ങൾ എന്തെന്നോ അങ്ങ് വ്യക്തമായിട്ട് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇത് കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചേരുവയാണോ ഈ മാനേജ്മെൻറ്റ് ചേരുവ? ഞാൻ ഫാദറിൽ നിന്നാണ് ബിസിനസ്സിൻ്റെ ബാലപാഠം പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂ തീർച്ചയായിട്ടും എന്നിലും നമ്മുടെ ടീമിലെല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ എല്ലാം അതിൻ്റെ തലപ്പത്തും മലയാളികളാണ്. നമ്മളിപ്പോൾ ഏത് സംസ്ഥാനത്ത് പോയാലും മലയാളികളാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരെയും പിന്നെ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂവിൽ തന്നെ നമ്മുടെ ആളുകളെയും ലേബേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ മൈഗ്രൻ്റ് വർക്കേഴ്സിന്, കാരണം നമ്മുടെ ഫുട്വെയർ ഇൻഡസ്ട്രിയിലെ ഈ നേരത്തെ ഡൽഹിയിൽ നിന്നാണ് ഇതിൻ്റെ കേന്ദ്രം, ഡൽഹി ആയിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ സ്കിൽഡ് വർക്കേഴ്സ്, എസ്പെഷ്യലി സ്റ്റിച്ചിങ്ങിലും മറ്റ് സ്പെഷ്യലിലൊക്കെ ആയിട്ടുള്ള ആളുകൾ നോർത്ത് നിന്നാണ് വരാറ്. അപ്പോൾ അവർക്കുള്ള പിന്നെ മൈഗ്രൻ്റ് ലേബേഴ്സിനുള്ള അക്കോമഡേഷൻ നമ്മൾ വളരെ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതുപോലെ മറ്റെല്ലാ ഫെസിലിറ്റിയിലും നമ്മൾ ആ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും. അല്ല, ഞാൻ കണ്ട ഒരു കാര്യം, അവിടുത്തെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ കമ്പനിയുടെ ഡയറക്ടർമാരുമാകുന്നു. ഉണ്ട്. എൻ്റെ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള, എൻ്റെ ബിടെക് പഠിക്കുമ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ഞാനത് ചോദിക്കാൻ കാരണം ഈ വർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1980-കളിൽ ഞങ്ങളുടെ ഏകദേശം 100ഓളം നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മുടെ അതൊരു കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ടീമാണ് വാക്രൂ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ ശ്രീധർ തിരുനാൾ അവിടുത്തെ R&D ലാബിൽ പോയി. അതിനുശേഷം താങ്കളുടെ സ്ഥാപനത്തിൽ വന്നിരുന്നു. അന്ന് താങ്കളെ കാണാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. സ്ഥാപനമെല്ലാം വിസിറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു ബ്ലഡ് ബാങ്കിൻ്റെ. ഇവിടെ നമ്മളെ കേരളത്തെ പറ്റി പറയുമ്പോൾ എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ, അതുപോലെ യാത്രക്കാർ ഇവിടെ വന്നു പോയത് ഒരുപാട് സാമ്പത്തികമായി ഒരുപാട് സ്രോതസ്സുകളുണ്ടെന്ന് കരുതിയാണ്. എന്നും പച്ചപ്പ്, ഗോഡ്സ് ഓൺ കൺട്രി, പിന്നെ അങ്ങനെയുള്ള ടൂറിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു വീക്ഷണം, ഇതിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചില പുതിയ വാക്കുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ എനർജി, ESG പോളിസി, പിന്നെ മൂന്നാമത് നമ്മളെപ്പോഴും പറയുന്നു ഒരു റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. മിനിസ്റ്റർ ഒന്ന് അതിനെ പറ്റിയിട്ട് ഇനിയുള്ള കേരളത്തിൽ ഈ പറയുന്ന പദങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് മിനിസ്റ്റർ ഒന്ന്. എല്ലാ കാലത്തും പുതിയ മാറ്റങ്ങൾ വരും, പുതിയ പദങ്ങളും വരും. ഞാൻ അസംബ്ലിയിലൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു 18-20 വയസ്സുള്ള ഒരാളോട്, അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഒരു സ്കൂളിൽ പഠിച്ച 6-7 വയസ്സൊക്കെ ഉള്ള കുട്ടിയോട് പോയിട്ട് ഇപ്പോൾ 17-18 വയസ്സോ 20 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നൊക്കെ ചോദിച്ചവർക്ക് അറിയില്ല. പണ്ടാണ് എന്നും കേട്ടുകൊണ്ടിരുന്ന വാക്കുകളാണ്. ഞങ്ങൾ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 28ാമത്തെ റാങ്ക് വന്നപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ആർക്കൊരു സംശയമില്ല. പക്ഷെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. അന്ന് ശ്രീ അനീഷ് ഞാനൊക്കെ വന്ന സമയമാണ്. നേരത്തെ 28ആണ്.
അപ്പോൾ ഞങ്ങളൊരു ഇത് കൊടുത്തു, 28 എന്തുകൊണ്ടായി? ശരിക്കും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ വർക്ക് അനുസരിച്ച് 15-നുള്ളിലാകേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ ആണ് 100% ഫീഡ്ബാക്കാണ്. നമ്മുടെ പരിഷ്കാരം അനുസരിച്ച് നമ്മൾ 15-ന് താഴെ എന്തായാലും 10-നും 15-നും ഇടയിൽ കിട്ടണം. പക്ഷേ ഈ ഫീഡ്ബാക്ക് മലയാളിയോട് വിളിച്ച് വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഓ ഇവിടെ വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പോയി മാർക്ക് 100% ഈ റാങ്കിങ് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നൊരു പരാതി കൊടുത്ത് റാങ്കിങ് ഒന്ന് മാറ്റണം, ഒബ്ജക്റ്റീവായിട്ടുള്ള ഇതുകൂടി പരിഗണിക്കണം. അന്ന് പക്ഷെ ഒരു മാധ്യമം അത് ക്യാരി ചെയ്തില്ല. എന്നാൽ കേരളത്തിന് പിന്നെ ഞങ്ങൾ ഇത് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറുകയാണല്ലോ പിന്നെ കാരണീയമായിട്ടുള്ളത്. ഞങ്ങൾ നേരെ ഇൻവെസ്റ്റേഴ്സിലേക്ക് പോയി. വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെൻറ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്? ഈ ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ആദ്യം എല്ലാ ജില്ലയിലും പോയി ചോദിച്ചു. അപ്പോൾ കുറേ അഭിപ്രായം വന്നു, ഞങ്ങൾ കുറേ മാറ്റം വരുത്തി. വീണ്ടും അടുത്ത റൗണ്ട് പോയി, വാട്ട് വി ക്യാൻ ഡു ടുഗദർ. അതോടുകൂടി സംഘടനകളെല്ലാം ഞങ്ങളോട് ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായി മാറി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് അടുത്ത യാത്ര. അപ്പോൾ അതോടുകൂടി ഫീഡ്ബാക്ക് മാറി. കാരണം ഞങ്ങൾ നേരത്തെ പറയും സംഘടനകളുടെ സ്വാഗത പ്രസംഗങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ദൈർഘ്യമേറിയ പ്രസംഗങ്ങളായിരുന്നു, എല്ലാം നിവേദനമാണ്. ഇപ്പോൾ നോക്കുമ്പോൾ സ്വാഗത പ്രാസംഗിന് അധികം പറയാനില്ല. കാരണം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മിക്കവാറും ഓൾമോസ്റ്റ് ഞങ്ങൾ നടപ്പിലാക്കി. ഞങ്ങളെപ്പോഴും ആക്സസബിളാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി എപ്പോഴും ആക്സസബിളാണ്, വരുന്ന ആളാരും ഉദ്യോഗസ്ഥരെല്ലാ സംവിധാനവും ആക്സസബിളായി. പക്ഷെ നമുക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും സംശയമായി, ഈ റാങ്കിങ്ങിൽ എന്തോ കുഴപ്പമുണ്ടോ. നേരത്തെ റാങ്കിങ്ങിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല. ഈ 100% ഫീഡ്ബാക്കിൽ തന്നെ നമ്മൾ 1ാമതായി. അപ്പോൾ ചിലർ പറഞ്ഞത് ലോകബാങ്ക് പണ്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ എല്ലാവരുടെ കയ്യിലും ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്ഷണറിയും എൻസൈക്ലോപ്പീഡിയ എല്ലാം ഉണ്ടല്ലോ. വെറുതെ സെർച്ച് ചെയ്ത് നോക്കി തുടക്കം മുതൽ BRIP ആണ്, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. അതിൻ്റെ സൈറ്റ് EODB ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതാണ് പ്ലാറ്റ്ഫോം. നമ്മൾ 1ാമതായി, വലിയ ചർച്ചയായി. ഞങ്ങൾ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് നടത്തി, 1 ലക്ഷം സംരംഭം ഒരു വർഷം, 7 മാസം കൊണ്ടായി. അപ്പോൾ മാധ്യമങ്ങൾക്ക് സംശയമായി, ഇങ്ങനെ സാധ്യമാകുമോ എന്നുള്ള. നമസ്കാരം. വേറൊരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ വന്നിട്ടുണ്ട്, ഏട്ട മുതൽ. അപ്പോൾ ഈ റാങ്കിങ് മാറി. ഇത്തവണ ഞങ്ങൾക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. ഈ ബസ്സിന് ടൈം കിട്ടാത്തത് കിക്കർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് എതിരെ നിന്നിട്ട ഒരു മാധ്യമവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാമത്തെ റാങ്ക് കിട്ടിയപ്പോൾ അതൊരു ചർമ്മക്കോളത്തിൻ്റെ താഴെ 4 വരി കൊടുത്ത മട്ടം കൊടുത്തത്. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം അതല്ല, ഈ പുതിയ കാലത്തിൻ്റെത് എങ്ങനെയാണ്, പുതിയ പദങ്ങൾ എങ്ങനെ വരുന്നു. ഇപ്പോൾ റിന്യൂവബിൾ എനർജി, ഈ എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ്, EST പോളിസീസ്. ഇത് കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മോട്ടോ തന്നെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രിയാണ്. പ്രകൃതി, ജനത, വ്യവസായം, റിവേഴ്സ് ഓർഡറിലല്ല. അപ്പോൾ നമുക്ക് വലിയ ബിഗ് മാനുഫാക്ചറിങ് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ഒന്നും സാധ്യമാവില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയിരുന്നു, തമിഴ്നാട് കേരള കോർപ്പറേഷൻ. നിങ്ങൾ വലിയ മാനുഫാക്ചറിങ് നിങ്ങൾ നടത്തിക്കോ, ടെക്നോളജി ഞങ്ങൾ നൽകാം, ടെക്നോളജിക്ക് അധികം സ്ഥലം വേണ്ട. ഇപ്പോൾ GCC നമുക്ക് വളരെ സഹായകരമായ കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ ഒപ്പുവെച്ച EOE ഗ്ലോബൽ ഗോൾഡ് സിറ്റി, കണ്ണൂർ മട്ടന്നൂർ 1000 ഏക്കറിലാണ് ഗ്ലോബൽ ഗോൾഡ് സിറ്റി. ഗോൾഡിൻ്റെ മൈനിങ്ങിൻ്റെ കമ്പനി GCC. മൈനിങ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കും. GCC മുതൽ ഏറ്റവും അവസാനം വരെ. ഇപ്പോൾ ഗോൾഡ് ATM തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ആളുകൾ ജ്വല്ലറി പോകേണ്ട, കാർഡ് വെച്ചിട്ട് ATM വഴി സ്വർണ്ണം എടുക്കാവുന്ന അതേ കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ഇന്നലെ EOE വെച്ചു. അതുപോലെ തന്നെ ഈ പുതിയ തലമുറ വ്യവസായങ്ങൾ. അതുകൊണ്ട് കേരളം ഒരു നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, നേരത്തെ നമുക്ക് പരിചിതമല്ലാത്തതാണ്. നോളജ് ഇക്കണോമി, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതിനാണ് കേരളത്തിൻ്റെ പ്രാധാന്യമുള്ളത്. അതിൽ ഈ റിന്യൂവബിൾ എനർജി, ഫ്ലോട്ടിംഗ് സോളാർ നമ്മൾ പോളിസി കൊണ്ടുപോകുന്നു. അത്തരമെല്ലാം തന്നെ ഈ പുതിയ കാല വ്യവസായങ്ങൾ, ലോകത്തിൻ്റെ സമ്പദ്ഘടനയെ ഭാവിയിൽ നിർണ്ണയിക്കുന്ന പുതിയ തലമുറ വ്യവസായങ്ങൾക്ക് പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങുന്ന ഒരിടമാണ് കേരളമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി എന്നും ESG എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പാശ്ചാത്യ ലോകത്തിൻ്റെ കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാലയളവിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടാകേണ്ട സ്ഥായിയായ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീ C. ബാലഗോപാൽ പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവേണ്ടത് ഇസ് ദാറ്റ്
കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനായിട്ട് മാറണം. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ അടുത്ത കാലം വരെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പൊതുവേ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പിന്നോക്കാവസ്ഥയുടെ ഒരു അടിസ്ഥാന കാരണം വാസ് ദാറ്റ് അവിടെ റിസർച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ കുറവായിരുന്നു. ഒന്ന് അവരുടെ ലബോറട്ടറീസിൻ്റെ കാര്യക്ഷമത, അവരുടെ എക്വിപ്മെൻറ്റ്, അതിന് ഫെമിലിയാരിറ്റി, പിന്നെ ഫണ്ടിങ്ങും എല്ലാം കുറവായിരുന്നു. ഇപ്പം കേരളത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇസ് ദാറ്റ് ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ റിസർച്ച് കേപ്പബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇറ്റ് ഈസ് എ വെരി ബിഗ് ചേഞ്ച്. ബിക്കോസ് അത് കാണുന്നവർക്കേ അത് അറിയാവൂ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ഉടനെ ഓബ്വിയസ് അല്ല വെളിയിൽ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ റിസർച്ച് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഹയർ എഡ്യൂക്കേഷനായിട്ട് മാറുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസും ഫാക്കൾട്ടി ആർ ഓൾറെഡി ഗെറ്റിംഗ്, അവർക്കൊരു ഫെമിലിയറൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആക്ച്വലി ഡൂയിങ് റിസർച്ച്, ഡൂയിങ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡൂയിങ് ക്വാളിറ്റി കൺട്രോൾ. അവിടെ ഒരു ഉപചോദ്യം, നമ്മൾ ഈ ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവന്ന് കമ്പൽസറി ക്രെഡിറ്റ്സ് മിനിസ്റ്ററൊക്കെ എപ്പോഴും പറയുന്നതാണ്, അത് എത്രത്തോളം ഈ കാര്യത്തിൽ ഒരു ഇംപെറ്റസ് നൽകാൻ സാധിക്കും? അത് വളരെ നല്ല സിസ്റ്റമാണ്. ബിക്കോസ് ഇപ്പം ലബോറട്ടറി വർക്ക് മാത്രമല്ല, ഈവൻ ഇൻറ്റേൺഷിപ്പ്, ഇപ്പം ഡൂയിങ് എൻ ഇൻറ്റേൺഷിപ്പ് വിത്ത് എൻ ഇൻഡസ്ട്രി, അതിന് ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് അത് വളരെ ഒരു പയനിയറിങ് ഒരു സ്റ്റെപ്പാണ് നമ്മൾ കേരളത്തിൽ എടുത്തിരിക്കുന്നത്. ബിക്കോസ് ആക്ച്വലി കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു വലിയൊരു അഴിച്ചുപണി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നൗ ടിങ്കറിങ് കൊണ്ടൊന്നും കാര്യമില്ല എന്ന് തിരിച്ചറിവ് അവിടെ വന്നു കഴിഞ്ഞു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇങ്ങനത്തെ ഉള്ള പ്രതിഭാസങ്ങൾ, ഇങ്ങനത്തെ ഉള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെയൊക്കെ വരവോടുകൂടി വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ്, ഇത് വെല്ലുവിളിക്കുന്നത് ഇസ് ദാറ്റ് ഓൾ ട്രഡീഷണൽ മോഡൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ബീങ് ചാലഞ്ച്. അപ്പോൾ അവിടെ ഈ റിസർച്ച് ബേസ്ഡ് ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളുകളിലും ലബോറട്ടറീസ് നമ്മൾ പുതുക്കി ലബോറട്ടറീസ് മോഡേണൈസ് ചെയ്യുന്ന 1000 സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ഇത് ചെയ്തത്, ഇതൊക്കെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ബെനിഫിറ്റ്സ് വരാൻ പോവുകയാണ് ഫോർ ദ സ്റ്റേറ്റ്. ബിക്കോസ് ഈ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഇസ് ദാറ്റ് ദേ നീഡ് ഡെൻസ് ലേബർ മാർക്കറ്റ്സ്. അതായത് ഡെൻസിറ്റി ഓഫ് ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പൈപ്പ് ലൈൻ ഓഫ് സ്കിൽഡ് ലേബർ മസ്റ്റ് ഓൾവേസ് ബി ഫിൽഡ് വിത്ത് പീപ്പിൾ വിത്ത് ദ നെസസറി സ്കിൽസ്. ഇന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ the only state which today can claim to have a filled pipeline with the dense labor supply of high skilled labor is probably Kerala. ഈ മോഡേൺ ഇൻഡസ്ട്രിയുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഒരു വലിയ ടാലൻറ്റ് പൂളാണെന്ന് നമ്മൾ എല്ലായിടത്തും പറയുന്നു. നമ്മൾ ഈ പറയുന്ന സ്കിൽ ബേസ്ഡ് ആയിട്ടും ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് പോയാൽ, ഫ്രം നിങ്ങളുടെ വ്യൂ പോയിന്റിൽ, ഒരു ദൃഷ്ടികോണിൽ നിന്ന് നോക്കിയാൽ എത്രത്തോളം പ്രായോഗികമായ തലത്തിൽ ഈ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ വ്യവസായങ്ങളിൽ സാധിക്കുന്നുണ്ട്? ഇതിൽ ഞാൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, കാരണം കേരളത്തിൽ നമുക്ക് എക്സ്ട്രാ ലാൻഡോ അല്ലെങ്കിൽ ഹൈ ലേബർ, കാരണം നമുക്ക് മൈഗ്രൻ്റ് ലേബർ ഇങ്ങോട്ട് വരണം, അപ്പോൾ അതിനുള്ളൊരു പ്ലേസ് അല്ല കേരളം. കേരളം എപ്പോഴും അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ് പ്രൊഡക്ഷനുള്ളൊരു കേരളം, 100% അതിനോട് യോജിക്കുന്നു. അപ്പോൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ നേരത്തെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു, കാരണം ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി മാറി, നമ്മുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂടി, മിക്കവാറും എല്ലാ കൺസ്യൂമർ ഗുഡ്സിലും നമുക്ക് സർപ്ലസ് കപ്പാസിറ്റി ഉണ്ട്. ഫുട്വെയറിലൊക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 50% ഉള്ളൂ. മറ്റ് പല മേഖലയിലും അതാണ് സ്ഥിതി. അപ്പോൾ നമുക്കെപ്പോഴും വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നൊവേഷൻ ഇല്ലാതെ ഉൽപ്പാദനം കൂടുമ്പം കോസ്റ്റ് കോമ്പറ്റീഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പല മേഖലയും തളരുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നൊവേഷനോടുകൂടി ഇൻഡസ്ട്രിയെ ലീഡ് ചെയ്യാൻ, ഇന്ത്യയുടെ ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനേ മാറാൻ കഴിയുള്ളൂ. കാരണം കേരളം ഓൾറെഡി അതിൻ്റെ ബേസ് എല്ലാം മാറിയിരിക്കുകയാണ്.
അപ്പോൾ അതിനൊരു ലീഡർഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിനുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് R&D ആണ്. അപ്പോൾ നമ്മൾ ഭാഷ, ഇതിപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണല്ലോ, ഭാഷയ്ക്ക് ഗ്രാമർ എന്ന പോലെ നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ് പിന്നെ R&D, ഇന്നൊവേഷൻ, അല്ലെങ്കിൽ ബ്രാൻഡിങ്, റീറ്റെയിലിംഗ്. അപ്പോൾ കേരളം നമ്മൾ റീറ്റെയിലിങ്ങിൽ പല മേഖലകളിലും ഇപ്പോൾ ഗോൾഡ് മറ്റേലൊക്കെ നമ്മൾ ഇപ്പം കേരളം കൺസ്യൂമർ ഇതാണെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പം പ്രൊഡക്റ്റ് നമ്മൾ വെറും വില മാത്രം നോക്കിയിട്ടല്ല വാങ്ങിക്കുന്നത്. നമ്മൾ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ബ്രാൻഡിങ്, അതിൻ്റെ ട്രസ്റ്റ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ പിന്നെ നാച്ചുറലായിട്ടുള്ള ESG, നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പോകണം, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇവിടെ മിനിസ്റ്ററും സെക്രട്ടറിയും KSIDC ചെയർമാൻ എല്ലാവരും ഉള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ R&D പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ R&D സ്പെൻഡ് നോക്കിയാൽ ഇന്ത്യയുടെ R&D സ്പെൻഡ് എന്ന് പറയുന്നത് 0.6 to 0.7% ആണ്. ചൈനയിൽ അത് 2.5 ആണ്. പക്ഷേ അവർ വേൾഡിൽ തന്നെ അത്രയും പാറ്റൻസ് ഒക്കെ എടുത്ത് ലീഡർഷിപ്പിലേക്ക് പോയി. യൂറോപ്പിലൊരു 2.2, 2.3% ആണ്. US അത് 3+ ആണ്. അപ്പം അവർ പ്രൊഡക്റ്റ് ലീഡർഷിപ്പ് എടുക്കുമ്പം ഇന്നൊവേഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലീഡർഷിപ്പാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കേരളത്തിനെ മാറ്റണമെങ്കിൽ ഒരു ഫണ്ട് അലോട്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ചേർന്ന് പിന്നെ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്. നേരെ ഞാൻ റിവേഴ്സിലേക്ക് വരികയാണ് ശ്രീ C. ബാലഗോപാൽ. അതായത് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ 6000 സ്റ്റാർട്ടപ്പുകൾ, അവശ്യം ഏഞ്ചൽ ഫണ്ടിങ് ഉണ്ട്, നല്ല ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്. പക്ഷെ ഒരു വലിയൊരു പ്രശ്നം, നമ്മുടെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ബ്യൂട്ടിഫുൾ ബ്രില്യൻ്റ് ഐഡിയാസ്, പ്രോട്ടോടൈപ്സ്, അത് കൃത്യമായിട്ട് ഒരു വയബിൾ മാർക്കറ്റബിൾ പ്രോഡക്റ്റായി മാറുവാൻ നമുക്ക് എന്ത് രീതിയിലുള്ള ഫെസിലിറ്റേഷൻ നടത്താൻ സാധിക്കും? ഈ സ്റ്റേജ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ചയിൽ ഈ സ്റ്റേജാണ് വാല്യൂ ഓഫ് ഡെത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലാണ്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഒരു 95% നല്ല ഐഡിയാസ് എല്ലാം പരാജയപ്പെട്ട് വാനിഷ് ചെയ്ത് പോകുന്നത്, മുങ്ങിപ്പോകുന്നത് ഈ സ്റ്റേജിലാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ദ വാല്യൂ ഓഫ് ഡെത്ത്. ആ സ്റ്റേജ് അതിജീവിക്കാനായിട്ട് പ്രധാനപ്പെട്ട, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈസ് ഫൈനാൻസാണ് വേണ്ടത്. ബിക്കോസ് ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റും ആ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് പ്രൈവറ്റ് എക്വിറ്റി, വെഞ്ചർ ക്യാപിറ്റൽ എല്ലാം ആ സ്റ്റേജിലേക്ക് വരും, ഏഞ്ചൽസ് ഒക്കെ വരും. പക്ഷേ ഈ സ്റ്റേജിൽ ഫൈനാൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫണ്ടിങ് മെക്കാനിസമിൻ്റെ ആവശ്യം. മിനിസ്റ്റർ എപ്പോഴും പറയാനുള്ള ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന രീതിയിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മളെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം മിനിസ്റ്ററോടാണ്. അതായത് പുറമേക്ക് ചോദിച്ചാൽ എല്ലാവരും പറയും 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പുറത്തേക്ക് പോകും, ജോലി കിട്ടി പുറത്തേക്ക് പോകുമെന്ന് പറയുന്നു. ഇത് പൊതുവായിട്ടുള്ളൊരു കഥ. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങളും ചില സത്യങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വരുന്നുണ്ട്. ആ സത്യങ്ങളിലേക്ക് ഒന്ന് അങ്ങ് വിരൽ ചൂണ്ടിയാൽ നന്നായിരുന്നു. അതിലൊന്ന് ഇവിടെ നൗഷാദും അതുപോലെ ശ്രീ ബാലഗോപാലും പറഞ്ഞ ആ ഭാഗം വളരെ പ്രസക്തമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു 23-24 നമ്മൾ ആദ്യമായിട്ട് ബഡ്ജറ്റിൽ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് പ്രത്യേകമായിട്ട് എൻ്റെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇന്നത്തെ ബഡ്ജറ്റിലൊരു ഭാഗമുണ്ട്. ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ JRF ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഫെലോഷിപ്പ് ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് പുതിയ ഒരു 15,000 പെർ മന്ത് പുതിയൊരു ഫെലോഷിപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് കണക്ട് ടു വർക്ക്, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്നുള്ള പുതിയ സ്കീം. ഇത് കഴിഞ്ഞ ഡിഗ്രിയോ എഞ്ചിനീയറിംഗോ കഴിഞ്ഞവർക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പെർ മന്ത് 1,000 rupees നൽകുന്ന സ്കീം അതിപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ വേണ്ടത്ര വിസിബിലിറ്റി വരാത്ത ചില ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ജിനോം ഡാറ്റാ സെൻറ്റർ ഓഫ് ഇന്ത്യ അതിവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ലോകപ്രശസ്തനായിട്ടുള്ള ആളെ തന്നെ ഡോക്ടർ സാം നമ്മളതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതുപോലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് കുസാറ്റിൽ ആരംഭിച്ചു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ന്യൂട്രോസ്യൂട്ടിക്കൽസ് അതിവിടെ നമ്മൾ തുടങ്ങി. മെഡിക്കൽ ഡിവൈസിൻ്റെ പുതിയ കൺസോർഷ്യം അത് കേരളത്തിൽ രൂപീകരിച്ചു. വൺ ഓഫ് ദി ബെസ്റ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കേരളത്തിൽ വന്നു. നൗഷാദ് പോളിമർ ടെക്നോളജി ഇല്ലേ ഇവിടെ കുസാറ്റി പഠിച്ച. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തത് M.Tech എക്സിക്യൂട്ടീവ് M.Tech പോളിമർ ടെക്നോളജി. അപ്പോളോ ടയേഴ്സിലെ ആളുകൾക്ക് വേണ്ടി മാത്രം അവർ ഡിസൈൻ ചെയ്യുന്ന കോഴ്സ് യൂണിവേഴ്സിറ്റി നടത്തുന്നു.
പണ്ട് ഇതൊന്നും ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. ടീച്ചേഴ്സ് അവർ പഠിച്ച കാലത്ത് പുസ്തകം വെച്ച് മാത്രമേ പുതിയ സിലബസിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. ഇപ്പം എല്ലാം ഫ്ലെക്സിബിളായി. അതുപോലെ IBMൻ്റെ ജെൻ AI സെൻറ്റർ കുസാറ്റ് വരാൻ പോകുന്നു. ഇവിടെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ബെൻസിൻ്റെ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടത്ര വിസിബിലിറ്റി ഇല്ലാത്ത എന്നാൽ കേരളത്തിൻ്റെ പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്പ്. ഇതിൻ്റെ ഭാഗമായി ശ്രീ ഹനീഷ് ചോദിച്ച പോലെ നേരത്തെ മൈഗ്രേഷൻ എന്ന വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡിക്ഷണറിയിൽ. ഇപ്പോൾ റിട്ടേൺ ഓർ റിവേഴ്സ് മൈഗ്രേഷൻ പുതിയ ഒന്ന് ലോകത്ത് വരുന്ന ഭാഗം തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഡിക്ഷണറിയിൽ വന്നിരിക്കുന്നു. ലിങ്ക്ഡിൻ അവരുടെ മെമ്പേഴ്സിൻ്റെ പ്രൊഫൈൽ അപ്ഡേഷൻ അത് മാത്രം അനലൈസ് ചെയ്ത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ IBM കാലിഫോർണിയയിൽ പ്രവർത്തിക്കുന്നു. അവർ കൊച്ചിയിലേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും, കൊച്ചിയിലേക്ക് മാറ്റും അവരുടെ സ്റ്റേഷൻ. അങ്ങനെ മാറിയത് മാത്രം നോക്കിയിട്ട് ജനുവരി മുതൽ ജൂലൈ വരെ 40,000 മലയാളി പ്രൊഫഷണൽസ് USA, യൂറോപ്പ്, ഗൾഫ്, മറ്റ് സ്റ്റേറ്റ് ഇന്ത്യയിലെ കേരളത്തിലേക്ക് തിരിച്ച് വന്ന് അത് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് ഈ പ്രവണത ഇനിയും ശക്തിപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ് ഞാൻ കൊല്ലത്ത് ഒരു പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു, ഇൻഡസ്ട്രിയൽ പാർക്ക്. അതെ. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു അത് ദുബായി തുടങ്ങിയതാണ് ഫസ്റ്റ് യൂണിറ്റ്, പിന്നത്തെ കേരളത്തിലാണ് 3 യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓൺട്രപ്രണേഴ്സിലും റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ് എന്നുള്ള ഒരു പുതിയ പ്രവണത ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മളൊരു ഡിസ്കഷൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ വരൂ കേരളം വിളിക്കുന്നു. ഈ 40,000 പേർ തിരിച്ചു വന്നത് ദുബായിൽ തുടങ്ങാൻ വിചാരിച്ച വ്യവസായ പാർക്ക് കൊല്ലത്ത് ചാത്തന്നൂരിൽ കൊണ്ട് തുടങ്ങിയത് എന്നിങ്ങനെ തുടങ്ങിയുള്ള അസംഖ്യം കഥകൾ. പൊതുവായിട്ട് നമ്മുടെ നാടോടി പരിപ്രേക്ഷ്യം ഒരു ഫോക്ക് പെർസ്പെക്റ്റീവ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന മിഥ്യാസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും സത്യമായിട്ടും സമ്മാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 13 മിനിറ്റ് ബാക്കിയുണ്ട്. ഒരുപാട് മഹത്തരങ്ങളായ അർത്ഥവത്തായ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇവിടെ നിന്ന് ആരംഭിക്കാം. യെസ് പ്ലീസ്. സർ, ഞാൻ എൻജിനീയറിംഗിൽ PG ആയിരുന്നു, IT ആയിരുന്നു. US ക്ലയൻസൊക്കെ ഉണ്ട്. കുറച്ച് നാൾ US-ലായിരുന്നു. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടിൽ കോട്ടയത്ത് ഹോം ഓഫീസാണ്. സർ, 2 ചോദ്യമാണ്, പെട്ടെന്ന് തീർക്കാം. 2 പോയിൻ്റാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്പർ നമ്മുടെ സൗന്ദര്യമുള്ള പ്രകൃതി, 2 മാനവശേഷി. പക്ഷേ മൂന്നാമതൊരു പോയിൻ്റ് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബാംഗ്ലൂരോ പൂന, ചെന്നൈ 3 സിറ്റിയാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ. അവർ പറയുന്നൊരു പോയിൻ്റ്, ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ, സോഷ്യൽ ഹാർമണിയുള്ള ഏറ്റവും നല്ല സ്റ്റേറ്റ്, അതായത് ഐ ആം എൻ എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണലാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടികളുമായിട്ട് വളരാൻ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്റ്റേറ്റ് കേരളമാണെന്നുള്ളൊരു വർത്തമാനം ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ സർക്കിളിൻ്റെ ഇടയ്ക്കുണ്ട്. പക്ഷെ അത് ഒരു മെസ്സേജായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതിനെന്ത്? ഒന്നാം ചോദ്യം. രണ്ടാമത് ചോദ്യം വളരെ പ്രസക്തമായ കാര്യമാണ്. അത് കേരളത്തിൻ്റെ ഈ മാഗ്നറ്റിൽ ഒന്നുകൂടിയാണത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഈ ഗ്ലോബൽ ഗോൾഡ് സിറ്റി ആ ഇൻവെസ്റ്റേഴ്സ് CM-നെ കാണാൻ വന്നിരുന്നു. ഞങ്ങൾ നേരത്തെ അവരെ കണ്ടു, ഡിസ്കഷൻ കഴിഞ്ഞു. EOI ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് CM-ൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഒരു ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക 3 സ്റ്റേറ്റ് അവരെ നോക്കുന്നുണ്ട്. അപ്പോൾ CM അവരോട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായി ശരിവച്ചു, അപ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റേറ്റൊക്കെ ഉണങ്ങിയിട്ട് വൈ കേരള? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കമ്പനിയുടെ CEO പറഞ്ഞു, 1 ബെസ്റ്റ് ലോ ആൻഡ് ഓർഡർ, 2 കമ്മ്യൂണൽ ഹാർമണി. ഇതാണ് ഞങ്ങളെ ആകർഷിച്ചത്. അല്ലാണ്ട് ഇവിടെ സ്വർണ്ണമൊന്നുമില്ല. അപ്പോൾ CM ചോദിച്ചല്ല, ഇവിടെ മൈനിങ് വല്ലതും കണ്ടെത്തിയതുണ്ടോ? അല്ല, ഇവിടെ ഒന്നും മൈനിങ്ങിന് ഒരു സാധ്യതയില്ല. മൈനിങ്ങൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുക. പക്ഷേ അതിന് GCC കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇവിടെയായിരിക്കും. ഈ 2 ഘടകമാണ് ഞങ്ങൾ ആകർഷിച്ചത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് നന്നായി. അത് നമ്മുടെ കാന്തത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട കാന്തമാണെന്ന് പറയുന്നതാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യെസ്, ചോദ്യമായിട്ട് നേരിട്ട് വന്നാൽ കൊള്ളാം, അഭിപ്രായങ്ങൾ കുറിച്ചാൽ കൊള്ളാം. നമുക്ക് അഭിപ്രായം പിന്നെയും പറയാം. ഓക്കെ സാർ, ഞാൻ രജിൽ, കണ്ണൂർ ജില്ലാ അസോസിയേഷൻ MCA കഴിഞ്ഞ ആളാണ്. കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്, രാജീവ് സാറോട്. നമ്മൾക്ക് കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മളിപ്പോൾ കേരളത്തിൽ ടൂറിസവും അതുപോലെ പ്രവാസികളുടെ ഫണ്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലോട്ടറിയും അതേപോലെ മദ്യത്തിൻ്റെയൊക്കെ നികുതി അല്ലാതെ കാര്യമായി വരുമാനം ഇല്ല എന്നും അതുപോലെ 75% സർക്കാർ ശമ്പളം കൊടുത്ത് തീരുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്.
അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുന്നതല്ല. ഇതിന് നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ ക്രിയാത്മകമായ ഇടപെടൽ ആവശ്യമില്ലേ? കാരണം ഇത് ഞാൻ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ IoT സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത ആദ്യത്തെ പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്താണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ നമുക്ക് ക്രിയാത്മകമായ മാറ്റങ്ങൾ സാധ്യമാണ്. ശരി. അപ്പോൾ അതേപോലെ രാജഗോപാൽ സാറിനുള്ള ഒരു ചോദ്യമുണ്ട് സാറേ. സാർ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആയിക്കോട്ടെ. ഇതിപ്പോൾ ആ പ്രശംസ മാറി. കാരണം അതൊരു പ്രതീതിയായിരുന്നു. ഇവിടെ ഈ ബീവറേജ് ഉള്ളൂ, ലോട്ടറി ഉള്ളൂ, ആദ്യഘട്ടത്തിൽ ഇതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്താണ്, ഏതൊക്കെ ഇൻഡസ്ട്രി പോകുന്നു. ഇന്നലെ സഭയിൽ തന്നെ ഈ കഴിഞ്ഞ 5 വർഷം വന്ന ലോകോത്തര കമ്പനികളെല്ലാം തന്നെ ഞാനവിടെ പറയുകയുണ്ടായി. അപ്പോൾ അത് മാറി. ഇതിപ്പോൾ ഇപ്പോഴും പഴയ കാലത്തിൻ്റെ ആ പ്രതീതിയിൽ തന്നെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിലാണ് അതുള്ളത്. പക്ഷേ കുറേ കൂടി നമുക്ക് വിസിബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള കാര്യം ശരിയാണ്. അത് നമുക്ക് കുറേ കൂടി ശ്രമിക്കാം. അടുത്ത ചോദ്യം. ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ ചോദ്യം ചോദിക്കാനിരുന്ന പല കാര്യങ്ങളും മിസ്റ്റർ മുഹമ്മദ് ഹനീഷ് ആൾറെഡി പ്രിയംപ്റ്റ് ചെയ്തു. പക്ഷേ എങ്കിലും മിനിസ്റ്ററുടെ ചോദ്യം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു ഒരു 30 കൊല്ലം വർക്ക് ചെയ്തത്. റിലയൻസ് പോലത്തെ കമ്പനികളിൽ ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും വളർത്തുകയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ബോഷ് പോലത്തെ കമ്പനികളിൽ മൾട്ടി കൺട്രി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടേക്ക് 40,000 പേര് വന്നു എന്ന് പറഞ്ഞാൽ 40,001 ആളാന്ന് കൂട്ടിയാൽ മതി കേരളത്തിലേക്ക് തിരിച്ചു വന്നേ. അപ്പോൾ ഞാൻ മിനിസ്റ്ററുടെ ഈ പുതിയ വീഡിയോസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഡാവോസിൽ പോയത് മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കൂടുതൽ ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയത്ത് ചെയ്യാം. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ്. എനിക്ക് തോന്നിയ 5 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, 5 പീസ് ഞാൻ പറയുകയാണ്. നമുക്ക് വേണ്ടത്, ഇപ്പം നമ്മൾ വരൂ കേരളം വിളിക്കുന്നതിന് സപ്പോർട്ടീവായിട്ട് എനിക്ക് ഇവർ പറഞ്ഞ മിസ്റ്റർ രാജഗോപാൽ, മിസ്റ്റർ നൗഷാദും പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ഞാൻ പറയുന്നതിന് ഫസ്റ്റ് പെർസെപ്ഷൻ. അപ്പോൾ നമുക്ക് പറയാം, ഞാനിപ്പോൾ ഇന്നവേറ്റ് കേരള എന്നുള്ള സെഷനിൽ പോയിട്ട് ഞാനൊരു ഫീഡ്ബാക്ക് കൊടുത്തപ്പം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് മീഡിയ ആണെങ്കിൽ ആര് തന്നാലും യു ഷുഡ് ടേക്ക് എ ഫീഡ്ബാക്ക്, നോട്ട് ആസ് എ നെഗറ്റീവ് ക്രിറ്റിസിസം ബട്ട് ആസ് എ ഫീഡ്ബാക്ക്. ക്രിറ്റിസിസം എടുക്കുന്നതും ഫീഡ്ബാക്ക് എടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ, ഞാൻ 1989 ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിന് ചോദ്യത്തിലേക്ക് വരുവാണ് ഞാൻ പറയുന്നതാണ്, നമ്മൾക്ക് നെഗറ്റീവ് പെർസെപ്ഷൻ. എന്നോട് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചാണ്, നിങ്ങൾ കേരളത്തിൽ എൻവയൺമെൻറ്റിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, കാരണം യൂണിയൻ മിലിറ്റൻസി, ആ പെർസെപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 5 പീസിൽ പേസ്, നമ്മളെ പേസ് വരുന്ന അപ്രൂവൽസിന് ലൈസൻസിങ്ങിനുള്ള പേസ്. മൂന്നാമത്തെ പി ഞാൻ പറഞ്ഞത് പ്രൊമോഷനാണ്. നമ്മൾ ഫുൾ ത്രോട്ടിലായിട്ട് അതിപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇവിടെ ഓരോന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ നമ്മൾ 4-5 തൈ കുഴിച്ചിട്ടാൽ യു കനോട്ട് കോൾ ഇറ്റ് ആസ് എൻ എസ്റ്റേറ്റ്. 5-മത്തെ ഞാൻ പറയുന്നത് പെർസിസ്റ്റൻസ് ആണ്. ഇപ്പം മിനിസ്റ്റർ ഇപ്പം പല സ്കീംസും പറഞ്ഞു, ഞാൻ നെഗറ്റീവാണ് പറയുന്നതെന്ന് വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നു ഈ വാട്ടർ കണക്കിൽ നോക്കിയാൽ പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് മൈ പെർസെപ്ഷൻ ഇസ് ദാറ്റ്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞ ഒരു പാക്കേജിംഗ് ആണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ആയിട്ട്. കാരണം ഞാൻ 100 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള 100 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം പല സ്ഥലത്തും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റേൺഷിപ്പ് അല്ലാതെ, ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഞാനത് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇൻറ്റേൺഷിപ്പ് അല്ലാതെ കമ്പനികൾക്ക് ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ച് സെൻറ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അനദർ പോസിബിലിറ്റി ഈസ് ദാറ്റ് ദർ ആർ കമ്പനീസ് ലൈക്ക് ബോഷ് എക്സെട്ര, ദേ വാണ്ട് ദിസ് പൊളിറ്റിക്കൽ സ്റ്റെബിലൈസ്ഡ് സ്റ്റേറ്റ് to relocate their part of their business as a risk mitigation. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ 5 പീസിൽ മിനിസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സ്പൊറാഡിക് ആയിട്ടുള്ള ഇങ്ങനെ ഇൻക്ലൂഡ് ഈ 5 ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കുള്ള ഐറ്റംസ് അല്ല വേണ്ടത്, കൺസർട്ടഡ് മിഷൻ ലൈക്ക് ആക്ഷൻ വി നീഡ്. ഈ 5 പീസിലേക്ക് നേരെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മിനിസ്റ്റർക്ക് ഉത്തരം പറയാൻ സമയം കിട്ടും. അതിലൊന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തെ മാറ്റം തന്നെ നോക്കിയാൽ മതി. ഈ പ്രിസംഷൻ മാറിയോണ്ടാണ് 100% ഫീഡ്ബാക്കിൽ തന്നെ കേരളം ഒന്നാമതായത്. 28 നിന്ന് മാറിയത് ഇൻവെസ്റ്റേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ റാങ്കിങ് 70-30 ആയിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്നപ്പോൾ 70 ഫീഡ്ബാക്കും 30 ഒബ്ജക്റ്റീവായിട്ടുള്ള റിഫോംസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കി കയറ്റുമതി റാങ്കിങ്ങിൽ നമ്മൾ 11ലേക്ക് എത്തി. എക്സ്പോർട്ടിൻ്റെ റാങ്കിങ്ങിൽ ലണ്ടൻ എക്കണോമിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ തന്നെ നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിൽ കേരളമാണ് ഒന്നാമത് എക്കണോമിസ്റ്റിൻ്റെ റാങ്കിങ്ങിൽ. അപ്പോൾ ഈ പറഞ്ഞ മാറ്റം ഇവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കുറേ കൂടി വിസിബിലിറ്റി കൊണ്ടുവരാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റേൺഷിപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, കുറേ സ്കീം വന്നിട്ടുണ്ട്. വിജ്ഞാന മിഷൻ എന്ന് പറഞ്ഞ സ്കീം തന്നെയുണ്ട്. ഇപ്പോൾ നൗഷാദ് പറയുകയാണ്, ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പോളിമർ സയൻസ് പഠിക്കുന്ന ഒരു 50 പേരെ ഞാൻ എടുക്കുക, ഞാൻ അവിടുത്തെ അലുമിനി ആണല്ലോ. പക്ഷേ എനിക്ക് ആ കുട്ടികൾക്ക് നിങ്ങളീ പഠിപ്പിക്കുന്നത് പോരാ, ഒരു അഡീഷണൽ സ്കില്ല് വേണം എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇത്ര പേരെ വേണം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ കോമേഴ്സിൻ്റെ ഇത്ര പേരെ ഞാൻ എൻ്റെ കമ്പനി എടുക്കാം. പക്ഷെ അവർക്കിത് പോരാ, വേറൊരു ടൂൾ കൂടി അവർ പഠിക്കണം.
എന്ന് പറയുകയാണെങ്കിൽ AI ഒരു ടൂൾ കൂടി പഠിക്കണം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇങ്ങനെ കുറേ മാറ്റം വന്നിട്ടുണ്ട്, കുറേ കൂടി നമുക്ക് പ്രശ്നപ്പെടുത്താം. ശരി, അല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ആരാണ്? പ്ലീസ്. ഒരു ചെറിയ ആളുണ്ടല്ലോ അവിടെ. അയ്യോ, ഇയാൾ നല്ലൊരു പ്രസംഗികയാണ് കേട്ടോ. ശരി, പറയൂ. കേരളം എല്ലാ വ്യവസായങ്ങൾക്കും പറ്റിയതാണ്. അപ്പം കുട്ടികൾക്ക് മുതിർന്നവരെക്കാൾ തനിമയുള്ള ആശയങ്ങൾ, നൂതന ആശയങ്ങളുള്ളത് കുട്ടികൾക്കായിരിക്കും. അപ്പം ഒരു കുട്ടി ഒരു ആശയം ഒരു മുതിർന്ന ആളുടെ അടുത്ത് പങ്കുവെക്കുകയാണെങ്കിൽ ആ മുതിർന്ന വ്യക്തി പറയും അത് നടക്കത്തില്ല, അതൊരു നൂതന ആശയമല്ല. പിന്നീട് കുറേ വർഷം കഴിയുമ്പം അതിൻ്റെ ആ ഒരു ആശയത്തിൻ്റെ പേറ്റന്റ് ആ മുതിർന്ന വ്യക്തി എടുക്കുകയും ചെയ്യും. കുട്ടികൾക്ക് ഈ നൂതന ആശയങ്ങളുടെയും സംരംഭകത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കാര്യം വരുമ്പം സാമ്പത്തിക സഹായത്തേക്കാൾ കൂടുതൽ വേണ്ടത് മെൻറ്ററിങ്ങും ഗൈഡൻസും അല്ലേ? കുട്ടികളുടെ ആശയങ്ങൾ മുതിർന്നവർ തട്ടിയെടുക്കുന്നു അല്ലേ? അതാണ് പ്രശ്നം. ബാലുപാൽ സാർ പറയാമോ? അങ്ങനെ തട്ടിയെടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ എല്ലാ സ്കൂളിലും കോളേജിലും ED ക്ലബ്സ് തുടങ്ങുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്റ്റാർട്ടപ്സിന് നമുക്ക് ഈ ആശയങ്ങൾ കൊണ്ടുവരാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കീംസ് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെൻറ്റർമാരെ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ ഇപ്പം ജെൻ റോബോട്ടിക്സ് അവരാദ്യം ഈ ആശയമായിട്ട് വന്നല്ലോ, ഈ മാൻഹോളിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ചെറിയ മുറിയിലാണ് അവർക്ക് ആദ്യം സ്ഥലം, ചെറിയൊരു ക്യൂബിക്കൽ. അവിടെ ഹാർഡ് ബോർഡ് പെട്ടിയുടെ നമ്മുടെ കാർട്ടലിൻ്റെ മുകളിലാണ് ഇരുന്നിട്ടാണ് അവർ പ്രോട്ടോടൈപ്പൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ആശയം ഇവരെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 4 ബ്രാഞ്ച് പഠിച്ച എഞ്ചിനീയറിംഗ് കുട്ടികളാണ്, എന്താ നിങ്ങളുടെ കോമൺ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു NSSൽ ഞങ്ങളുണ്ടായിരുന്നു, നാഷണൽ സർവീസ് സ്കീം. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഈ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തത്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് റോബോട്ട് ഉണ്ടാക്കുന്ന 300 പേര് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കമ്പനിയിൽ. ഞാൻ പാലക്കാട് കല്ലിട്ടത് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്താണ്. അവിടുത്തെ എന്ന് വെച്ചാൽ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾ, അവർക്ക് നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് റീഡ് ചെയ്യും, മാറ്റങ്ങളുണ്ടോ, അതാണ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ആശയമുണ്ടെങ്കിൽ ആരും തട്ടിയെടുക്കില്ല, ധൈര്യമായിട്ട് പോരൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം. ധൈര്യമായി പോരുക. അടുത്ത ചോദ്യം. നൗഷാദ് പ്ലീസ്. ഹലോ, നമ്മുടെ ഡീലിഡായിട്ട് ചേർന്ന് വാക്രൂ ഫൗണ്ടേഷൻ ഒരു 6-7 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടൊരു റൊബോട്ടിക് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഈ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 10 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ കോഡിങ്ങും AIയും അത് കുറേ എക്യുപ്മെൻറ്റ്സും പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുത്ത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അവർ തന്നെ ഐഡൻറ്റിഫൈഡ് അതിൻ്റെ സൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മളതിൻ്റെ ഫൈനൽ ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പലരും ചോദിച്ചു 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെ ഉണ്ടാവുന്നു, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അവരെ IT-യും മറ്റ് അപ്ലൈഡ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അധ്യാപകർ പറയുന്നത് ഗവൺമെൻറ് സ്കൂളിൽ സാധാരണ ചുറ്റുപാടെന്ന് വരുന്ന കുട്ടികളെ 6ാം വയസ്സിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അവർ വഴി തെറ്റിപ്പോകും. അപ്പോൾ അതൊരു നല്ല റൂട്ടാണ്. അപ്പോൾ അത് എനിക്ക് ഗവൺമെൻറ്റിനോടുള്ള റിക്വസ്റ്റ്, നമ്മുടെ അപ്ലൈഡ് ഒരു പ്രശ്നം. നൗഷാദ് ഒരു 5 കൊല്ലം മുമ്പ് ജീവിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും AI റോബോട്ടിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇന്ന് ബജറ്റിൽ പറഞ്ഞു റോബോട്ടിക്സിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റ് നമ്പർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, FM പറയുകയുണ്ടായി, അത് വീണ്ടും അത്തരം കിറ്റ്സ് കൊടുക്കാൻ അപ്പം മാറിയിട്ടുണ്ട്. വെരി ഗുഡ്. കുറച്ചു കാലം കൂടുതൽ ശ്രീ ഹനീഷ് പറഞ്ഞ പോലെ കേരളത്തിന് പുറത്ത് കുറച്ച് സമയം ചെലവഴിക്കുന്നു. അല്ല, ഞങ്ങൾ 600 കുട്ടികൾക്ക് ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ അതിന് ഭയങ്കര ആക്സെപ്റ്റൻസാണ് കിട്ടിയത്. കറക്റ്റാണ്. ഇത് കൂടാതെ 2 ലക്ഷം ടീച്ചേഴ്സിന്, കേരളത്തിലെ പറയുന്നത് കേട്ടോ, 2 ലക്ഷം ടീച്ചേഴ്സിന് നമ്മൾ AI ടൂൾസ് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു. ഇപ്പോൾ എടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന റോൾ ജോൺസ് എന്ന് പറഞ്ഞ കുട്ടി അമേരിക്കയിലെ ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് AI. അപ്പോൾ കുറേ മാറ്റമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താം. അവസാനത്തെ ചോദ്യം അതാ ഇവിടെ. സത്യത്തിൽ ലോകം മുഴുവൻ ഇന്നവേറ്റേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഡെവലപ്മെൻറ്റിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇന്നവേറ്റർ ലെഡ് ഡെവലപ്മെൻറ്റിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? നോളജ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നോളജ് ഈസ് എ ക്യാപിറ്റൽ, അതാണല്ലോ. അപ്പോൾ ഇന്നോവേഷൻ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്ഡ് ഏരിയ എന്നുള്ളത്. ഈ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ കൊച്ചിയിലെ കളമശ്ശേരിയിലുള്ള ഇന്നോവേഷൻ സെൻറ്റർ, അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങൾക്ക് കൂടി ആഡ് ചെയ്യാം ഇന്നോവേഷനെ സംബന്ധിച്ച്. ശ്രീ ബാലഗോപാൽ സാർ കൂടെ ഇതിനകത്ത് എന്താണ് കമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ? അല്ല, അത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ദി ക്യാപിറ്റൽ ഹിയർ ഇസ് ദി
നോളജ് ആൻഡ് ദി ഇന്നോവേറ്റർ. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു റിസോഴ്സ് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ, പണ്ടൊക്കെ ഒരു മൈതാന പ്രസംഗത്തിന് ഇറ്റ് വാസ് ഇംപ്രസീവ് തിങ് അല്ലേ, മാനവശേഷി എന്ന് പറയുമ്പം എവറിബഡി ഫെൽറ്റ് ഇറ്റ് വാസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്നത് ആക്ച്വലി മോണിറ്റൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ ഇപ്പം മോളിക്യൂൾസ് ബയോ ലാബ്സിലെ ഡോക്ടർ ശ്രീരാജ് ഗോപി ആ 2 സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും വന്ന് അവരെന്താണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ നോളജ്, അത് ദേ ഹാവ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ 3.5 years into a 110 crore business and they're growing at a fantastic rate. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രോബ്ലം ഇല്ല, മാർക്കറ്റ്സിന് പ്രോബ്ലം ഇല്ല, ടെക്നോളജിക്ക് പ്രോബ്ലം ഇല്ല. ദാറ്റ് ബിക്കോസ് ദാറ്റ് ക്യാപിറ്റൽ ഇസ് ദം, ദേ ആർ ദ ക്യാപിറ്റൽ. നന്ദി ശ്രീ സി ബാലഗോപാൽ. ഇവിടെ നമ്മുടെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നില്ല. വാസ്തവത്തിൽ ചർച്ച തുടരുന്നു എല്ലായിടങ്ങളിലും, സമൂഹത്തിൻ്റെ സകല തലങ്ങളിലും. ഒരുപാട് സങ്കല്പങ്ങൾക്ക് വാസ്തവത്തിൽ മാറ്റം വരുത്തേണ്ട, മിഥ്യകൾ പൊളിച്ചെഴുതേണ്ട, അതിലെല്ലാം ഉപരിയായി സത്യങ്ങളെ തേടിപ്പിടിക്കേണ്ട ഒരു വേളയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. കേരളം ആരെ മാടി വിളിക്കുന്നു? ആരൊക്കെയാണ് കേരളത്തിലേക്ക് വരുന്നത്? നവകേരളം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? ഇത്തരത്തിലുള്ള ചിന്തനങ്ങൾ, വ്യക്തമായിട്ടുള്ള ആഴത്തിലുള്ള വ്യക്തമായിട്ടുള്ള നിഗമനങ്ങൾ, ഇവയെല്ലാം തന്നെ എത്തിച്ചേരേണ്ടത് ശാസ്ത്രീയമായ, യുക്തിസഹമായ, വ്യക്തമായിട്ടുള്ള ചിന്തകളുടെ അടിത്തറയിലാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, അതുപോലെ KSRTC ചെയർമാൻ ശ്രീ സി ബാലഗോപാൽ ആൻഡ് വ്യവസായി ശ്രീ വി നൗഷാദ്, വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരനും ശ്രീ PV ചന്ദ്രേട്ടനും, അതുപോലെ എല്ലാ പ്രഗത്ഭമതികളും അണിനിരന്ന സദസ്സിലും എല്ലാവർക്കും, മുൻ ചീഫ് സെക്രട്ടറി, അത് പിന്നെ അദ്ദേഹം ഇതിന് ജീവാത്മാവും പരമാത്മാവുമായി ഇവിടെ നിലകൊള്ളുന്ന ശ്രീ ഡോക്ടർ വി വേണുവും എല്ലാവരും അടങ്ങിയ സദസ്സിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചർച്ച തുടരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവനായി ഇത് തുടരേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. നന്ദി, നമസ്കാരം.